ഹമാസിനെ പോലും ഞെട്ടിച്ച് സഹാക്കളുടെയും മാധ്യമങ്ങളുടെയും തോളിലേറി കേരളം അതിവേഗം ഗാസയിലേക്ക്. ലോകത്തിലെ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത സകല മനുഷ്യരെയും ഞെട്ടിക്കുന്ന തരത്തിലാണ് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്. ഒരു യുദ്ധത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ധാർമ്മിക മര്യാദകൾ ഒന്നും പാലിക്കാതെ നിരപരാധികളുടെ നെഞ്ചിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി 5000 റോക്കറ്റുകൾ കത്തിച്ചുവിട്ട് അവരെ അതിനീചമായ രീതിയിൽ കൊന്നൊടുക്കിയിട്ട് അത് പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന മനുഷ്യത്വം തീണ്ടിയിട്ടില്ലാത്ത ക്രൂരന്മാരെ പോരാളികളുടെ ഗണത്തിൽപ്പെടുത്തി അനുമോദിക്കുന്ന, മുൻപ് കേരളത്തിൽ മനുഷ്യാവകാശത്തിനു വേണ്ടി മതിൽ പണിത അധമക്കൂട്ടങ്ങളെ കണ്ട് എല്ലാവരും അന്തം വിട്ടിരിക്കുകയാണ്. ഉറക്കത്തിൽ തന്നെ മരണപ്പെട്ട ഇസ്രായേലിലെ പിഞ്ചുമക്കൾക്കും മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും മുന്നിൽ വെച്ച് ക്രൂരമായി കൊല്ലപ്പെടുന്ന സഹോദരിമാർക്കും ഇതെല്ലാം നിസ്സഹായരായി നോക്കി നിൽക്കുന്ന മാതാപിതാക്കൾക്കും മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് കിഡ്നാപ്പ് ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കും അവരുടെ ജീവിക്കുവാനുള്ള അവകാശത്തിന് പിന്തുണ കൊടുക്കാൻ മാത്രമേ മനുഷ്യപക്ഷത്ത് നിന്ന് ചിന്തിക്കുന്നവർക്ക് കഴിയുകയുള്ളൂ. യാതൊരു തത്വദീക്ഷകളുമില്ലാതെ ഗാസ മുനമ്പിൽ നിന്നും ഇസ്രായേലിലേക്ക് അതിക്രമിച്ച് കയറി അക്രമങ്ങൾ അഴിച്ചുവിട്ടത്, ഗ്രാമങ്ങൾ പിടിച്ചെടുക്കുകയും നിരവധി പേർ ബന്ദികളാക്കുകയും ചെയ്തത് കൂടാതെ അവരിൽ പലരെയും നിഷ്കരുണം കൊന്നുകളഞ്ഞെന്നുമാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള കുടുംബങ്ങളെ ഒന്നിച്ച് കഴുത്തറുത്തും വെടിവെച്ചും കൊന്നു. സ്ത്രീ ശരീരങ്ങളെ നഗ്നമാക്കി വൃത്തികെട്ട പ്രവൃത്തികൾ ചെയ്തു. ഇതിനെല്ലാം അല്ലാഹു അക്ബർ വിളിയുടെ ആരവവും. ആയുധധാരികളായ തീവ്രവാദികൾ ഇരച്ചു കയറി സ്ത്രീകളെയും കുട്ടികളെയും കടത്തിക്കൊണ്ടുപോയി അവർക്ക് തോന്നിയതെല്ലാം ചെയ്തു. ഡോറോൺ ആഷർ എന്ന 34-കാരിയായ സ്ത്രീയും അവരുടെ 5ഉം 3ഉം വയസ്സുള്ള 2 മക്കളും ബന്ദികളാക്കപ്പെട്ട് ഗാസയിലെ തുരങ്കങ്ങളിൽ ഇപ്പോഴും കഴിയുകയാണ്. ഇസ്രായേലിലെ ഒരു വനിതാ സൈനിക ഉദ്യോഗസ്ഥയാണെന്ന് കരുതി ഹമാസ് തീവ്രവാദികൾ ജർമ്മൻ ടാറ്റു കലാകാരിയായ ഒരു യുവതിയെ ബലാത്കാരമായി പിടിച്ച് കൊന്ന് നഗ്നയാക്കി ഒരു പിക്കപ്പ് ട്രക്കിന്റെ പുറകിൽ കയറ്റി അങ്ങേയറ്റം നിന്ദ്യമായ രീതിയിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് നഗരവീഥികളിലൂടെ പരേഡ് നടത്തിയ കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരന്മാരുടെ പേരാണ് ഹമാസ് തീവ്രവാദികൾ. സംഗീതോത്സവത്തിൽ പങ്കെടുക്കാനായി ഇസ്രായേലിലെത്തിയ ഇസ്രായേൽ പലസ്തീൻ കുടിപ്പകയിലോ മധ്യപൂർവ്വ ദേശത്തെ രാഷ്ട്രീയത്തിലെ ഒരു പങ്കുമില്ലാത്ത ഷാനി ലൂക്ക് എന്ന 30-കാരിയായിരുന്നു ഹമാസ് തീവ്രവാദികളാൽ അറുങ്കൊല ചെയ്യപ്പെട്ട മറ്റൊരു ഹതഭാഗ്യ. നിരപരാധിയായ ആ സഹോദരിയുടെ മൃതദേഹത്തെ പോലും ക്രൂരമായി അപമാനിച്ച് അവരുടെ ഒരു കാല് തികച്ചും ആഭാസകരമായ രീതിയിൽ ഉയർത്തിവെച്ചാണ് തീവ്രവാദികൾ ഉന്മാദം കൊണ്ടത്. ആ മൃതദേഹത്തിന് ചുറ്റുമിരുന്ന തീവ്രവാദികളും നിരത്തിൽ നിന്ന് അവരുടെ അനുയായികളും ആർപ്പുവിളികളോടെയായിരുന്നു ആ മൃതദേഹം കൊണ്ടുപോയത്. ആ മൃതദേഹത്തിൽ കാർക്കിച്ചു തുപ്പാനും തീവ്രവാദികൾ മറന്നില്ല. മറ്റൊരിടത്ത് സംഗീതോത്സവത്തിൽ പങ്കെടുത്ത നോവ ആർഗമനി എന്ന 25-കാരിയായ വിദ്യാർത്ഥിനിയെ മോട്ടോർ ബൈക്കിൽ കെട്ടിയിട്ടാണ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത്. തന്നെ കൊല്ലരുതെന്ന് കരഞ്ഞ് അപേക്ഷിക്കുന്ന നോവയുടെ കണ്ണീരിനെ ഗൗനിക്കാതെ വന്യമായി പായുകയായിരുന്നു ആ ഭീകരന്മാർ. തികച്ചും പ്രതീക്ഷിക്കാത്ത സമയത്ത് നടത്തിയ ആക്രമണത്തിൽ 1000-ഓളം നിരപരാധികൾ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. 3200 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വീടുകളിലേക്ക് നുഴഞ്ഞു കയറി നിരായുധരായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അറുങ്കൊല ചെയ്യുക, മൃതദേഹങ്ങളെ പോലും ക്രൂരമായി അവഹേളിച്ചിട്ട് അല്ലാഹു അക്ബർ വിളിച്ച് ഉന്മാദ നൃത്തം ചവിട്ടുക. ഈ ക്രൂരന്മാരെയാണ് ചിലർ പോരാളികൾ എന്ന് വിളിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്തിട്ട് സ്വാതന്ത്ര്യ സമരം, പ്രതിരോധം എന്നൊക്കെ പറയുക ഇസ്ലാമിക ഭീകരരുടെ ന്യായീകരണങ്ങൾ കാലങ്ങളായി നമ്മൾ കേട്ടുവരുന്നതാണ്. കണ്ണിൽ ചോരയില്ലാത്ത ഈ ക്രൂരന്മാരുടെ ഫാൻസ് അസോസിയേഷൻ പ്രധാനമായും നിലനിൽക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണെന്നാണ് ഇത്തരം വാർത്തകളുടെ അടിയിൽ വരുന്ന ആഹ്ലാദ ചുവയുള്ള കമന്റുകൾ മാത്രം കണ്ടാൽ മനസ്സിലാകുന്നത്. കേരളം ഭരിക്കുന്ന പാർട്ടി തന്നെ ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി കുഴലൂതുകയും വാദിക്കുകയും ചെയ്യുന്നതിന്റെ ഭീകരമായ വേർഷനാണ് MA ബേബി എന്ന പടം പൊഴിഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവ് അവരെ പോരാളികൾ എന്ന് വിളിച്ച് ഡെക്കറേറ്റ് ചെയ്തതിലൂടെ വെളിപ്പെട്ടത്. അടുപ്പുകല്ല് ചർച്ച നടത്തുന്ന മാധ്യമങ്ങളും മലയാളത്തിലെ പ്രധാന ദിനപത്രവും സോഷ്യൽ മീഡിയയിൽ പലരും ഹമാസ് ഫാൻസിന്റെ നിലവാരത്തിലേക്ക് തരം താണിട്ട് അവരെ പോരാളികൾ എന്ന് വിളിക്കുകയാണ്. അവരെ ഹമാസ് വിസ്മയം എന്ന് വിളിച്ച് അവർ വാർത്താ വിശകലനങ്ങൾ നടത്തുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഈ ഭീകരന്മാർക്കുള്ള സ്വാധീനം പ്രകടമാവുകയാണ്. ഭീകരവാദത്തെയും വംശഹത്യയെയും അംഗീകരിക്കുന്ന ഇവരും ഗാസയിലെ ഭീകരരും സൂക്ഷിക്കുന്നത് ഏറെക്കുറെ സമാനമായ മനസ്സല്ലേ? ഗാസയിലെ കുട്ടികളുടെ കയ്യിൽ യന്ത്രത്തോക്കാണെങ്കിൽ ഇവിടെ കൊടി കയ്യിൽ പിടിച്ച കുട്ടികളാണ് ഹൈന്ദവ ക്രൈസ്തവ ഉന്മൂലനത്തെക്കുറിച്ച് ആലപ്പുഴയിൽ അലറി വിളിച്ചത്. ഇങ്ങനെയാണ് കേരളം മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളം ഗാസയിലേക്ക് എത്തിച്ചേരാൻ അധികം ദൂരം ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ്. കാരണം താലിബാനെ വിസ്മയവും
ഹമാസിനെ പോരാളികളുമാക്കുന്ന ആരാധകരുടെ നാട്ടിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇപ്പോഴത്തെ നിലയിൽ അത് വേഗത്തിൽ തന്നെ നടക്കാൻ ഇടയുണ്ട് താനും.